ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും മഴയത്ത് സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഇന്ന് മഴയൊന്നുമില്ലായിരുന്നു. ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് മഴ പെയ്യേണ്ട ഒരു സെറ്റപ്പൊക്കെ വന്ന് കുളിർ കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനി വേറെ എവിടെയെങ്കിലും മഴ പെയ്യണോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഇവിടെ പെയ്തില്ല. ഇനി രാത്രി പെയ്യൂല്ലെന്ന് അറിഞ്ഞുകൂടാ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി ചേട്ടനെ കടയിൽ പോയിട്ട് വന്നു കയറി വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞിണ്ടായി സൗണ്ട് വെക്കല്ലേ, വീഡിയോ എടുക്കണമെന്ന് പറയുന്നു. ഇപ്പം ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ലല്ലോ. ഇന്നലെ വീഡിയോ ഇട്ടില്ല. ഇന്ന് വീഡിയോയുടെ ഇരുന്ന ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പം ഇത് കണ്ടോ, ചക്കക്കുരു കണ്ടോ? ചക്കക്കുരു അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോഴെന്നാ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഫോൺ എടുത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്കിന്ന് നൊത്തോലി മീനായിരുന്നു. പച്ചക്കറിയൊന്നുമില്ല കേട്ടോ. പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയെന്ന് പറയണം. പച്ചക്കറി എന്ന് നമ്മളിവിടെ അടുത്ത കടയിൽ കിട്ടും, വാങ്ങാം കേട്ടോ. ഇപ്പം വില ആയതുകൊണ്ടാണ്. എങ്ങനെയാണോ എന്തോ ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടെ, പോയി നോക്കിയില്ല. അപ്പം ഇന്ന് പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു. ഉള്ള കറികളൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ തന്നല്ലോ, ചമ്മന്തിയും ചോറും ആയാലും ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇന്ന് നൊത്തോലി മീനായിരുന്നു. മീൻ കറി വയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഞാൻ കുറച്ച് വറുക്കാനും കൂടെ എടുത്തത് കൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് പറ്റും. ഇതേ തികയത്തുള്ളൂ. നാളത്തേക്ക് എന്ന് നമ്മളെ വിശേഷങ്ങളാണല്ലോ നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ. ഒരു കോമഡി പറഞ്ഞതുപോലെ, ഏതൊരു സിനിമയിലൊരു കോമഡി ഉണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പച്ച സാരി ഉടുത്ത അന്നത്തെ ദിവസം അവിടെ പച്ചക്കറിയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ എന്താ കറി വെച്ചെന്ന് അറിയണമെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ നിങ്ങളൊന്ന് കയറിയാൽ മതി കേട്ടോ. അപ്പോഴറിയാം ചേച്ചിയുടെ വീട്ടിൽ ഇന്നത്തെ കറികളൊക്കെ എന്താണെന്ന്. നമ്മൾ അറിയുന്നവരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ പറയേണ്ട അവരോട് ഇന്നലെ നിങ്ങളെ വീട്ടിൽ ഇന്ന കറികളൊക്കെ ആയിരുന്നല്ലേ നമ്മൾ കണ്ട്. ഇപ്പോൾ വീട്ടിൽ പോയാലും അവിടെ ചേച്ചിയും മദിനിയൊക്കെ പറയുന്നുണ്ട്, ചേച്ചി ഒന്നും പറയണ്ട, ചേച്ചിയുടെ വീഡിയോ കണ്ടാൽ മതി, ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എന്താ മീനെന്ന്. നമ്മൾ ദിവസവും വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിൽ എന്താ കറി, നമ്മളെ വീട്ടിൽ എന്താ മീൻ എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഇന്ന് നൊത്തോലി മീനായിരുന്നു. ഇന്ന് നമ്മളെ രസവും ഒഴിക്കാനും മസ്റ്റാണ്. ഇവിടെ എന്തെങ്കിലും ഒഴിച്ചു കറി വേണം. ഒന്നി രസം, അല്ലെങ്കിൽ തേങ്ങ അരച്ചുള്ള കറി, അതല്ലെങ്കിൽ തീയലോ സാമ്പാറോ, അതൊക്കെ വല്ലപ്പോഴൊക്കെ കാണുള്ളൂ കേട്ടോ. നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന കറിയാണ് ഈ 2 ഐറ്റം കറി. അപ്പം ഇന്ന് തേങ്ങ അരച്ച്, പുളിച്ചിക്ക ഇല്ല കേട്ടോ. പുളിച്ചിക്ക ഞാനൊന്ന് നോക്കിയപ്പോൾ 2-3 കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് തക്കാളിയും കൂടി ഇട്ട് അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഒഴിച്ചെറി വെച്ച് നൊത്തോലി മീൻ വറുത്ത് ഉച്ചയ്ക്ക് കഴിച്ച്. അപ്പോൾ രാത്രിത്തേക്കും കൂടെ വരുവുള്ളെന്ന് തോന്നണേ, എനിക്ക് ഉറപ്പില്ല. എന്തായാലും നൊത്തോലി കരുവാട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചക്കക്കുരു പൊളിക്കാൻ വന്നിരുന്നപ്പോഴത്തേക്കാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ നൊത്തോലി കരുവാട് എനിക്ക് ഈ വാഴയ്ക്കൊന്നും ഇട്ട് വെക്കുന്ന ഇഷ്ടമില്ല കേട്ടോ. വാഴയ്ക്കയും കത്തിരിക്കയൊക്കെ നൊത്തോലി മീൻ, ചിലർക്ക് ഉണക്കമീനിൽ അതൊക്കെ ഇട്ട് വെക്കുന്നതാണ് ടേസ്റ്റ്. എൻ്റെ ചേച്ചിക്കൊക്കെ അതൊക്കെ ഇഷ്ടമാണ്. എനിക്കെന്നാൽ അതിഷ്ടമില്ല. ഉണക്കമീനിൽ കറി വെച്ചാൽ എനിക്ക് നൊത്തോലി കരുവാട് കറി വെച്ചാൽ ഇഷ്ടമാണ്. പിന്നെ ചൂരക്കരുവാടൊക്കെ ഇഷ്ടമാണ്. അയല, കൊഴിയാള അതിനോടൊന്നും വലിയ താല്പര്യമില്ല. എന്നാലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിക്കില്ല എന്ന് പറയുന്നില്ല. എന്നാലും ഉണക്കമീൻ കറി വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നൊത്തോലി കരുവാട്, ചൂരക്കരുവാടൊക്കെയാണ്. അപ്പം ഞാൻ നാളെ രാവിലെ ചേട്ടന് ചോറ് കൊണ്ടുപോകണമല്ലോ. ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മീൻകറി കൊണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് വെക്കുക, നമുക്കും വേണമല്ലോ. അപ്പം നാളെ നൊത്തോലി കരുവാട് ഉണക്കമീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ സവാളയൊക്കെ ഇട്ടാണ് നൊത്തോലി കരുവാട് വെക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ചക്കക്കുരു ഉള്ളതുകൊണ്ട് ഞാൻ വെറുതെ 1-2-3 അതിലോട്ടിട്ട്
നൊത്തോലി കരുവാട് കറി വെച്ചതിൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു രക്ഷയുമില്ല. സൂപ്പർ ടേസ്റ്റാണ്. എനിക്കാണോ അങ്ങനത്തെ ടേസ്റ്റ് എന്ന് അറിഞ്ഞൂടെ, എന്തായാലും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട്. അതിൻ്റെ കറി കൂട്ടിയിട്ടും എനിക്ക് മതിയാവുന്നില്ല. അപ്പം ഞാൻ കരുതി നാളെ നൊത്തോലി കരുവാട് കറി വെക്കാം. ചക്കക്കുരു ഒന്ന് പൊളിച്ച് വെച്ച്, ഇത്തിരി പാടുള്ളതാണല്ലോ, അത് പൊളിച്ച് വെച്ച് നമുക്ക് നാളെ കറി വെക്കാം. അപ്പോഴാണ് ചേച്ചി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണും കൂടെ എടുത്തുകൊണ്ട് വന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ വിശേഷം. നാളെ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. മൂത്ത കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. മോക്ക് 2 വയസ്സാവണുണ്ട്. അപ്പം അത് ഒന്നാമത്തെ ബർത്ത്ഡേ ഒക്കെ നമ്മളെല്ലാവരെയൊക്കെ വിളിച്ച് ആഘോഷിച്ചു കേട്ടോ. ഇതിപ്പോൾ ആരെയും വിളിക്കുന്നതൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ എന്തോ പറയും, കൂടുതലൊന്നും പറയുന്നില്ല. ഇതൊക്കെ തന്നെയാണ് വിശേഷം. അപ്പം ചേച്ചി എന്നാൽ ഇതിനെയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ. ഇന്നലെ എനിക്ക് നമ്മളെ റൂമിൽ കിടന്ന കട്ടിലൊക്കെ എടുത്ത് മുകളിൽ കൊണ്ടിട്ടെ. ഇപ്പം താഴെ റെൻറ്റിനോ വാടകയ്ക്കോ ഒറ്റയ്ക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതിലിരിക്കുകയാണ്. വരുന്നവരൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. അവരുടെ ബഡ്ജറ്റ് പറയുമ്പോൾ നമുക്ക് പറ്റൂല, നമ്മളെ ബഡ്ജറ്റ് പറയുമ്പോൾ അവർക്ക് പറ്റൂല. അങ്ങനെ ഒന്നും ശരിയായിട്ടില്ല കേട്ടോ. ഇവിടെ മുകളിലൊക്കെ ഒരേ സൗകര്യം തന്നെയാണ്. അപ്പം പിന്നെ വെറുതെ കിടക്കണ എന്തിനാർക്കെങ്കിലും കൊടുക്കാന്നുള്ളതിൽ. അപ്പം ഞാൻ എന്തോന്നറിയാം, ഇവിടെ കിടന്ന സെറ്റിയും നമ്മളെ ടേബിളും റൂമിൽ കിടന്ന കട്ടിലൊക്കെ എടുത്ത് മുകളിൽ കൊണ്ടിട്ട്, അപ്പോഴത്തേക്ക് നമുക്കിവിടെ ഇരിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ താഴെ സൗകര്യക്കുറവാണേ. ബാഗും കൂടെ മുകളിലോട്ടാക്കിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മുകളിലൊരു കുഞ്ഞടുക്കളയുണ്ട്. പക്ഷേ എന്ത് ചെയ്യും, അവിടെ കിളിയൊക്കെ വളർത്തുന്നത് കൊണ്ട് അതും ഒന്ന് സെറ്റാവാണ്ട് കിടക്കുകയാണ്. ഞാൻ പകൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ, നിലത്ത് 2 ദിവസം കിടന്ന് എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു. ഇന്നലെ അതുപോലെ തന്നെ ആയിരുന്നേ. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് ബ്ലാങ്കറ്റൊക്കെ തറയിൽ വിരിച്ചാണ് കിടക്കുന്നത്. കിടന്ന് രാത്രിയായപ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ മൊത്തത്തിൽ തണുപ്പ്. പൊതുവേ എനിക്ക് തണുപ്പ് അലർജിയാണ്, തണുത്ത് കയറി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ചേച്ചി എന്നാൽ ഇത് പൊളിച്ച് തീരുന്നത് വരെ നിങ്ങളോട് കഥ പറഞ്ഞാൽ വീഡിയോയുടെ ലെന്ത് കൂടും. അപ്പം ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് ഇതിനെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് ചേച്ചിയുടെ വിജയം. കൂടുതലൊന്നും പറയുന്നില്ല. ടാറ്റാ, ബൈ ബൈ.